ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് നവംബർ 1-ാം തീയതിയാണ്. നമുക്കറിയാം, സകല വിശുദ്ധരെയും പ്രത്യേകം അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. സകല വിശുദ്ധരും ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, സന്തോഷ വാർത്ത. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആർക്ക് വേണേലും സ്വർഗത്തിൽ പോകാൻ പറ്റും, നമുക്ക് ആർക്ക് വേണേലും വിശുദ്ധരാകാൻ പറ്റും. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഈ വിശുദ്ധരിൽ ചില വ്യക്തികളെ എടുത്തു കാണിക്കുകയാണെങ്കിൽ, മഗ്ദലന മറിയം, ലൂക്ക 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, അവളിൽ നിന്നും 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കിയതാണ്. എന്ന് പറഞ്ഞാൽ നന്മ ഒട്ടുമില്ലാതിരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിക്ക് വിശുദ്ധിയാകാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാസ് സുവിശേഷം 23:43 എടുത്താൽ, നല്ല കള്ളൻ്റെ കാര്യം. അവനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സകല വിശുദ്ധരുടെയും കാര്യം നോക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു സന്തോഷ വാർത്തയാണ്, വേണമെങ്കിൽ എനിക്കും വിശുദ്ധനാകാൻ പറ്റും, വിശുദ്ധയാകാൻ പറ്റും, സ്വർഗത്തിൽ എത്താൻ പറ്റും. ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വചനമെടുത്താൽ പ്രഭാഷകൻ 15:15 പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. വിശ്വസ്തതാപൂർവ്വം ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. മനസ്സ് വെച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത എടുത്തുകൊണ്ട് ഈ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പഠിക്കാവുന്ന ഒരു 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, പഠിച്ചിരിക്കാം. ഒന്നാമത്തെ കാര്യം, അഹങ്കാരം ബാധിക്കാതെ എളിമയോടെ ജീവിച്ചവരാണ് വിശുദ്ധരെല്ലാവരും. ഒരഹങ്കാരിക്കും വിശുദ്ധനാകാനോ വിശുദ്ധയാകാനോ സ്വർഗത്തിൽ പോകാനോ പറ്റത്തില്ല. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം ഒരു നിർവചനം തരുന്നുണ്ട് അഹങ്കാരത്തിനും എളിമയ്ക്കും. അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹം, അതാണ് അഹങ്കാരം. എളിമയോ സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുക, സ്വയം സ്നേഹിച്ചവരല്ല, ദൈവത്തെ സ്നേഹിച്ചവര്. എ ലൈഫ് വെൽ സ്പെൻഡ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ചിലവഴിച്ചവര്. സ്വാർത്ഥതയുള്ളവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. രണ്ടാമതൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം, പ്രശസ്തി നോക്കാതെ വിശുദ്ധി കൊതിച്ചവരാണ് വിശുദ്ധരെല്ലാവരും. അവരവരുടെ പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവരെ ദൈവം പ്രശസ്തരാക്കി, ലോകപ്രശസ്തരായി മാറിയ വിശുദ്ധർ, അവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അവരുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്നതിനുള്ള കാരണം സ്വർഗം അവരെ മാനിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അവര് നന്നായിട്ട് ജീവിച്ചതിന് ദൈവം അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം, അതാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടാൻ കാരണം. ലൂക്കായുടെ സുവിശേഷം 5:15 വായിച്ചാൽ, യേശു പ്രശസ്തി കൊതിച്ചവനല്ല. പ്രശസ്തി കിട്ടാനുള്ള പല മാർഗങ്ങൾ അവൻ്റെ മുമ്പിൽ വന്നപ്പോഴും അവിടുന്ന് എല്ലാം രക്ഷപ്പെട്ടവനാണ്. അവനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയിട്ടും അവൻ അവരിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. വലിയ ജനക്കൂട്ടം അവനെ തേടി വന്നപ്പോൾ അവൻ വിജനസ്ഥലത്തേക്ക് പോയി. ഇതെല്ലാം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. ലൂക്ക 5:15, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവനെ രാജാവാക്കാൻ നോക്കിയ രംഗമൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ, വിശുദ്ധരാകാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കാനും വിശുദ്ധ ബലി അർപ്പിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മെ വിശുദ്ധരാക്കിക്കൊള്ളും. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. വിശുദ്ധിക്ക് സ്ഥാനം കൽപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ. ലൂക്ക 1:27 മുതൽ വായിക്കുമ്പോൾ, ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ദൂതനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൂതൻ വന്നപ്പോൾ അവൾ കന്യകയായിരുന്നു, അവള് വിശുദ്ധിക്ക് സ്ഥാനം കൽപ്പിച്ച് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ദൂതൻ വന്നപ്പോഴും അവളുടെ കന്യാത്വത്തിന് ഒരു ഭംഗവും വന്നിട്ടില്ലായിരുന്നു. ഇന്ന് എത്ര പേര് ഈ രീതിയിൽ ആ കന്യാത്വത്തിന് അങ്ങേയറ്റം വില കൽപ്പിച്ച് അതിന് അനുസൃതമായ ഒരു ജീവിത ശൈലി തിരഞ്ഞെടുക്കാൻ തയ്യാറാവും? അതാണ് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. മൂന്നാമത്തെ കാര്യം, ശരീരത്തെക്കാൾ ആത്മാവിന് വില കൽപ്പിച്ചവരാണ് വിശുദ്ധരെല്ലാവരും. അതുകൊണ്ടാണ് ഒരുപാട് ശരീരത്തിൻ്റെ പ്രവണതകൾ വന്നപ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റിയ വിശുദ്ധര് നമ്മൾ കാണുന്നുണ്ട്. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ലൂക്ക 12:4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ശരീരത്തെ കൊല്ലുന്നവരെ അല്ല, ആത്മാവിനെ കൊല്ലാൻ ശക്തിയുള്ളവനെ.
മരിയ കൊരിയത്തിയുടെ മുമ്പിൽ അലക്സാണ്ട്രോ കടാരയായിട്ട് നിന്ന് അവളെ ഭയപ്പെടുത്തിയെങ്കിലും അവൾ പറഞ്ഞു, ശരീരം വേണേ നിനക്ക് മുറിച്ച് താഴെയിടാം, പക്ഷേ എൻ്റെ ആത്മാവിനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒരു പാപത്തിന് ഞാൻ വഴങ്ങില്ല എന്ന് പറയുന്ന മരിയ കൊരിയത്തിയെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ അതിൻ്റെ 6:63 വായിച്ചാൽ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. മത്തായി 5:29 മുതൽ വായിക്കുമ്പോൾ, നിന്റെ കണ്ണ് പാപഹേതുവാകുന്നോ, ചുഴന്നെടുത്ത് വലിച്ചെറിഞ്ഞ് കളയുക, കൈ പാപഹേതുവാകുന്നോ, വെട്ടിക്കളഞ്ഞു. അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം നിന്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ശരീരത്തിൻ്റെ ഒരവയവം നഷ്ടപ്പെടുത്തുന്നത് അത് തെറ്റല്ല, നഷ്ടമല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. 4-ാമത്തെ കാര്യം, ഈ ലോക ജീവിതത്തെക്കാൾ പരലോക ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിച്ചവരാണ് വിശുദ്ധരെല്ലാവരും. ഫിലിപ്പിയർ 3:20 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പൗരത്വം സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. 2 കൊരിന്തോസ് 5:1 മുതൽ വായിച്ചാൽ, സ്വർഗീയ ഭവനത്തിലെത്താൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പറയുന്ന പൗലോസ്ലീഹായെ അവിടെ നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു വിധവയും 7 മക്കളും ദാരുണമായി വധിക്കപ്പെടുന്നു. പക്ഷെ അവിടെയെല്ലാം അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ലോക ജീവിതത്തെക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടത് പരലോക ജീവിതമാണ്. അതുകൊണ്ട് ഈ സഹനം കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, വിശ്വാസം കളയരുത്, സ്വർഗം നഷ്ടമാക്കരുത്. വിശുദ്ധ സിംബ്രോസിയ അവരും അവരുടെ 7 മക്കളും ഇനി അവരും ഇതുപോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് ജീവൻ പോലും പരിത്യജിക്കാൻ മതപീഡനം നടന്ന കാലത്ത് വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച മുറുകെ പിടിച്ച വ്യക്തികളായിട്ട് അവരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധരെല്ലാം സഹനത്തിൽ ആനന്ദം കൊണ്ടവരാണ്, ആനന്ദം കൊണ്ടവർ. അതുകൊണ്ടാണ് പല വിശുദ്ധരും വിളിച്ചു പറഞ്ഞൊരു കാര്യം, കർത്താവ് കൂടുതൽ സഹനങ്ങൾ ഏൽപ്പിച്ചോ, സഹിക്കാനുള്ള കൃപ നൽകിയാൽ മാത്രം മതി. കുരിശിലെ വിശുദ്ധ യോഹന്നാന്റെ പ്രാർത്ഥന അതായിരുന്നു. ലീമായിലെ വിശുദ്ധ റോസിന്റെ പ്രാർത്ഥന അതായിരുന്നു. മഗ്ദലന ദെ പാസിയുടെ പ്രാർത്ഥന അതായിരുന്നു. ഞങ്ങൾക്ക് സഹിക്കാൻ കൊതി വരുന്നു, സഹിക്കാൻ റെഡിയാണ്, ആ സഹനം ഏൽപ്പിച്ചുകൊള്ളുക, സഹിക്കാനുള്ള ആ ഒരു കൃപ നൽകിയാൽ മാത്രം മതി. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് 6-ാമത്തെ കാര്യം ഇതാണ്, കൽപ്പനകൾ സന്തോഷപൂർവ്വം പാലിച്ചവരാണ് വിശുദ്ധരെല്ലാവരും. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ നമ്മൾ പാലിക്കും. യോഹന്നാൻ 14:15 നമ്മൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വ്രതങ്ങൾ പാലിക്കുന്നതും കൽപ്പനകൾ അനുസരിക്കുന്നതും വചനമനുസരിച്ച് ജീവിക്കുന്നതും ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്, എൻ്റെ പേര് സ്വർഗത്തിൽ ഉണ്ടാകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. വിശുദ്ധ ബൊനവഞ്ചർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ നഷ്ടം സ്വർഗം നഷ്ടമാകുന്നതാണ്. അതുകൊണ്ട് എനിക്കും സ്വർഗത്തിൽ പോകണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നമുക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാം. അവരെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്ക് വഴിയാക്കി മാറ്റുകയും ചെയ്യാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.